ഹായ് ഹലോ നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ന്യൂസ് എന്ന് പറയുന്നത് ഞാൻ വളരെ ഹാപ്പിയാണ്, വളരെ എക്സൈറ്റഡ് ആണ് ഈ ഒരു ന്യൂസ് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്. എന്തെന്ന് വെച്ചാൽ ഞാനത് വീഡിയോയുടെ ഇടയ്ക്ക് പറയാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ തൊട്ടടുത്ത് കിടക്കുന്ന ബെൽ ബട്ടൺ കൊണ്ട് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അടുത്തിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് ലഭിക്കുന്നതായിരിക്കും. സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഇൻഫിനിക്സ് എന്ന് പറയുന്നൊരു ബ്രാൻഡിനെ കുറിച്ചിട്ടാണ്. ഇൻഫിനിക്സ് ഇന്ന് പുറത്തിറക്കിയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ചിട്ട്. ഇൻഫിനിക്സ് എന്ന് വെച്ചാൽ ലോകത്തിൽ 36-ലധികം രാജ്യങ്ങളുള്ളൊരു ബ്രാൻഡാണ്. അതുപോലെ തന്നെ അവർക്ക് ഇന്ത്യയിൽ 1100-ലധികം സർവീസ് സെൻറ്റേഴ്സും ഉണ്ട്, 700 ടൗണുകളിലായിട്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇന്ത്യയിൽ നല്ല രീതിയിൽ സർവീസ് സെൻറ്റേഴ്സും നല്ല രീതിയിൽ സർവീസും പ്രൊവൈഡ് ചെയ്യുന്നൊരു ബ്രാൻഡാണ്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കാവുന്നൊരു ബ്രാൻഡാണ്. അപ്പോൾ അവരുടെ ഒരു സ്മാർട്ട് ഫോൺ ഇന്ന് ലോഞ്ച് ചെയ്തിട്ടുണ്ട്, ഇൻഫിനിക്സ് സീറോ 5G എന്ന് പറയുന്ന ഒരു സ്മാർട്ട് ഫോൺ. അത് വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള സ്പെസിഫിക്കേഷൻസാണ് അതിനകത്തുള്ളത്. ഗ്ലോബലി ഒരാഴ്ച മുമ്പ് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു ഇന്ത്യയിൽ ഉടനെ വരില്ല എന്ന്, പക്ഷേ ഇന്ത്യയിൽ ഇന്ന് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ കുറേ സ്മാർട്ട് ഫോണുകൾ, ഇൻഫിനിക്സിൻ്റെ കുറേ സ്മാർട്ട് ഫോണുകൾ ഗ്ലോബലി ലോഞ്ച് ചെയ്തത് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ മോഡലും ഇന്ത്യയിൽ വരാൻ ചാൻസ് ഇല്ലെന്നുള്ള കാര്യം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇൻഫിനിക്സ് സീറോ 5G എന്ന് പറയുന്ന മോഡലിൻ്റെ സ്പെസിഫിക്കേഷൻസിലോട്ട് വരാം. ആദ്യം തന്നെ നമ്മൾ ഡിസ്പ്ലേ പറ്റി പറഞ്ഞു തുടങ്ങാം. ഡിസ്പ്ലേയെ പറ്റി പറയുകയാണെങ്കിൽ ഇൻഫിനിക്സ് കൊണ്ടുവന്നിരിക്കുന്ന ഒരു ഫുൾ HD+ ഡിസ്പ്ലേ ആണ്. 6.7 ഇഞ്ചിൻ്റെ ഒരു ഡിസ്പ്ലേ ആണ്. IPS LCD ഡിസ്പ്ലേ ആണ്, AMOLED ഡിസ്പ്ലേ അല്ല. 120 Hz ഡിസ്പ്ലേ ആണ്. അതുപോലെ തന്നെ 240 Hz ടച്ച് സാമ്പിളിംഗ് റേറ്റും തരുന്നുണ്ട്. LTPS ഡിസ്പ്ലേ ആണ്. വേരിയബിൾ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്ന ഡിസ്പ്ലേ ആണ്. അതേപോലെ തന്നെ 500 നിറ്റ്സിൻ്റെ പീക്കായിട്ടുള്ളൊരു ബ്രൈറ്റ്നസ്സും തരുന്നുണ്ട്. ഇനി അങ്ങോട്ട് പറയുന്ന സ്പെസിഫിക്കേഷൻസ് ആണ് എക്സൈറ്റഡ് ആയിട്ടുള്ള സ്പെസിഫിക്കേഷൻസ്. ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ആകെപ്പാടെ ചെറിയൊരു പോരായ്മയുള്ളത് ഈ ഒരു ഡിസ്പ്ലേയിൽ മാത്രമാണ്. അതും നമുക്കൊരു പോരായ്മയെന്ന് പറയാൻ പറ്റില്ല ആ ഒരു തരുന്ന പ്രൈസ് റേഞ്ചിൽ. അപ്പോൾ ബാക്കിയുള്ള സ്പെസിഫിക്കേഷൻസിലോട്ട് വരുവാണെങ്കിൽ ഇതിനകത്ത് വന്നിരിക്കുന്ന പ്രോസസ്സറിനെ കുറിച്ചിട്ട് ഞാൻ ആദ്യമേ പറയാം. ഫസ്റ്റ് ഇൻ സെഗ്മെൻറ്റ് എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിനകത്ത് വരുന്നത് ഈ ഫസ്റ്റ് ഇൻ സെഗ്മെൻറ്റ്. MediaTekൻ്റെ Dimensity 900 എന്ന് പറയുന്ന പ്രോസസ്സറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ സീറോ ലാഗ് പ്രോസസ്സറാണെന്നാണ് അവർ പറയുന്നത്. അതിന് സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അത് ഞാൻ ഇപ്പം പുറകെ തന്നെ പറയാം. അതുകൊണ്ടാണ് അവരങ്ങനെ അവകാശപ്പെടുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തരാൻ പറ്റുന്ന ബെസ്റ്റ് പെർഫോമൻസ് തരുന്നൊരു പ്രോസസ്സറാണ്. 6 നാനോമീറ്ററിൻ്റെ ആർക്കിടെക്ചറിലാണ് പ്രോസസ്സറുള്ളത്. അതേപോലെ തന്നെ 2.4 GHz ആണ് മാക്സിമം ക്ലോക്ക് സ്പീഡ്. ഓക്കെ, അപ്പോൾ ഈ പ്രോസസ്സറിൻ്റെ ഒരു AnTuTu സ്കോർ നോക്കുകയാണെങ്കിൽ Dimensity 900ൻ്റെ 4,75,073 പറയുന്നത്. ഇത് ഏകദേശം ഒരു 4,80,000 അടുപ്പിച്ചൊക്കെ വരും. പിന്നെ ഇതിൽ കുറയാനും ചാൻസ് ഉണ്ട്. അത് നമ്മുടെ ഫോണിൻ്റെ സ്റ്റോറേജ്, ഇപ്പം നിങ്ങൾ സ്റ്റോറേജ് ഏകദേശമൊക്കെ നിറഞ്ഞ് പകുതി കൂടുതൽ 3/4 ഭാഗമൊക്കെ നിറഞ്ഞ് കിടക്കുകയാണെങ്കിൽ ചിലപ്പം പെർഫോമൻസ് ഇത്രയും കിട്ടണമെന്നില്ല നിങ്ങൾ AnTuTu സ്കോർ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഇനി അടുത്ത ഒരു മെയിൻ കാര്യത്തിലോട്ട് വരുവാണെങ്കിൽ ഇതിൻ്റെ സ്റ്റോറേജ് വേരിയൻറ്റ്, റാം വേരിയൻറ്റും. അതാണ് ഇതിൽ ഏറ്റവും എടുത്ത് പറയേണ്ട കാര്യമെന്ന് വെച്ചാൽ ഈ രണ്ട് കാര്യങ്ങളാണ്. LPDDR5 റാം വേരിയൻ്റ് ആണ്. അതേപോലെ തന്നെ UFS 3.1 സ്റ്റോറേജ് ടൈപ്പാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ ഏറ്റവും കൂടുതൽ കണ്ടു വന്നുകൊണ്ടിരിക്കുന്ന ഒരു റാം വേരിയൻ്റ് എന്ന് വെച്ചാൽ LPDDR4X റാം വേരിയൻ്റ് ആണ്. അതും കൂടെ തന്നെ UFS 2.2 അല്ലെങ്കിൽ UFS 2.1. UFS 2.1 നമുക്ക് മാറ്റി നിർത്താം. എന്താണെന്ന് വെച്ചാൽ UFS 2.1 ഇപ്പം മാറി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം മൊത്തത്തിൽ UFS 2.2 കൺവേർട്ട് ആയിട്ടുണ്ട്. അങ്ങനെ നോക്കുന്ന ടൈമിൽ LPDDR5 റാം വേരിയൻറ്റും അതേപോലെ തന്നെ UFS 3.1 സ്റ്റോറേജ് വേരിയൻറ്റും കൂടെ ഈ രീതിയിൽ വരുന്ന ഒരു ഫോൺ ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ ഇല്ലെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. പിന്നെ ഒരു ഫോൺ ഉള്ളത് iQൻ്റെ Z5 എന്ന് പറയുന്നൊരു ഫോണാണ്. അത് ഈ ഒരു പ്രൈസ് റേഞ്ചിലല്ല, അതൊരു 20-23 പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. 23,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഇൻ സെഗ്മെൻറ്റ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. പിന്നെ UFS 3.1 ഏകദേശം AnTuTu സ്കോർ ഇതിലും കൂടുതൽ വരുന്നൊരു ഫോൺ ഏതാണെന്ന് നോക്കുകയാണെങ്കിൽ പോക്കോയുടെ X3 Pro മാത്രമാണ്. അതിലും റാം വേരിയൻറ്റ് വന്നിരിക്കുന്നത് LPDDR4X ആണ്, LPDDR5 റാം വേരിയൻ്റ് അല്ല. പിന്നെ ബാക്കി നമ്മൾ പറയുന്ന സ്പെസിഫിക്കേഷൻസ് ക്യാമറയിലോട്ട് വരുവാണെങ്കിൽ ഇൻഫിനിക്സ് സീറോ 5G തന്നെ ആയിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ട് നിൽക്കുന്ന ഒരു ക്യാമറ പെർഫോമൻസ് നൽകുന്ന ഫോൺ പോക്കോ X3 Proയെ വെച്ച് കമ്പയർ ചെയ്യുന്ന ടൈമിൽ. അടുത്തായിട്ട് നമ്മൾ വൈഫൈയിലോട്ട് വരുവാണെങ്കിൽ Wi-Fi 6 ആണ് ഇവിടെ ഈ ഫോണിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അതും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു വേരിയൻ്റ് ആണ്. അതും നിങ്ങൾ ഈ പ്രൈസ് സെഗ്മെൻ്റ് ഒന്ന് നോക്കണം. 19,999 രൂപയാണ് വന്നിരിക്കുന്നത്. ആ ഒരു പ്രൈസ് സെഗ്മെൻറ്റിനകത്ത് ഈ ഒരു സ്പെസിഫിക്കേഷൻസൊക്കെ വരുവാന്ന് വെച്ചാൽ അത് വളരെ നല്ല കാര്യമാണ്. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇതുവരെ വിചാരിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ IQ അല്ലെങ്കിൽ
റിയൽമിയുടെ ഫോണുകൾക്ക് മാത്രം ഇത്രയും കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള സ്പെക്ക് കൊണ്ടുവരാൻ പറ്റുമെന്നുള്ള കാര്യമാണ്. പക്ഷേ അതിലും എത്രയോ മികച്ച രീതിയിൽ കൊണ്ടുവരാൻ പറ്റുമെന്ന് ഇൻഫിനിക്സ് ഇവിടെ തെളിയിച്ചിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മൾ കൂളിംഗ് സിസ്റ്റത്തിലോട്ട് വരുവാണെങ്കിൽ ഇൻഫിനിക്സിൻ്റെ തന്നെ ഹീറ്റ് പൈപ്പ് തെർമൽ മൊഡ്യൂൾ 2.0 എന്നും പറഞ്ഞിട്ട് ഉള്ളൊരു കൂളിംഗ് സിസ്റ്റമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നല്ല രീതിയിൽ ഹീറ്റ് അബ്സോർവ് ചെയ്ത് പുറത്തോട്ട് കളയുന്നതാണ് അവർ ആവശ്യപ്പെടുന്നത്. അതുപോലെ തന്നെ ഡിസൈനിലോട്ട് വരുവാണെങ്കിൽ ആ ക്യാമറ ബമ്പിൻ്റെ ഡിസൈൻ ഞാൻ ഫസ്റ്റ് ഈ ഫോൺ കഴിഞ്ഞ ആഴ്ചയിലാണ് ആദ്യമായിട്ട് കാണുന്നത്, കഴിഞ്ഞ ആഴ്ച ഗ്ലോബൽ ലോഞ്ചിൻ്റെ ഇടയ്ക്ക്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അതിൻ്റെ ഒരു ക്യാമറ ബമ്പ് എനിക്ക് ഫസ്റ്റ് കണ്ടപ്പോഴേ തോന്നിയൊരു ഫോണെന്ന് വെച്ചാൽ ഓപ്പോയുടെ Find X3 സീരീസിനകത്ത് വരുന്ന ഫോണാണ്. നമ്മുടെ ആ ഒരൊറ്റ ബോഡിയിൽ തന്നെ കർവ് ചെയ്ത് കീറിയേക്ക് നടക്കുകയാണ് അതിൻ്റെ ഒരു ക്യാമറ ബമ്പ് വന്നിരിക്കുന്നത്. ഞാനത് ഓപ്പോ X3 പ്രോയുടെ ഒരു ഫോട്ടോയും നമ്മുടെ ഇൻഫിനിക്സ് Zero 5Gയുടെ ഫോട്ടോയും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പയർ ചെയ്യുന്ന രീതിയിൽ ഇവിടെ ഈ വീഡിയോയുടെ മുകളിൽ കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് കളർ ഓപ്ഷൻസ് വരുന്നുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഒരു ബ്ലാക്ക് കളർ ഓപ്ഷനാണ്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇനി ക്യാമറയിലോട്ട് വരുവാണെങ്കിൽ ക്യാമറയുടെ കാര്യത്തിലും കുറച്ച് അടുത്തായിട്ട് നമ്മൾ ക്യാമറയിലോട്ട് വരുവാണെങ്കിൽ ക്യാമറയും അടിപൊളി ഒരു ക്യാമറ സ്പെസിഫിക്കേഷനാണ് കൊടുത്തിരിക്കുന്നത്. 48 മെഗാ പിക്സലിൻ്റെ പ്രൈമറി ക്യാമറയാണ്, അതിൻ്റെ കൂടെ തന്നെ 2 മെഗാ പിക്സലിൻ്റെ ഡെപ്ത് ക്യാമറയും. ഇനി വരുന്നൊരു ക്യാമറയാണ് 13 മെഗാ പിക്സലിൻ്റെ പോർട്രേറ്റ് ലെൻസ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ ഈ ഒരു രീതിയിൽ 2 ലെൻസുകൾ നല്ല മെഗാ പിക്സലോട് കൂടി കൊടുക്കുന്നത് കുറവാണ്. ഇപ്പോൾ പോക്കോ X3 ഒക്കെ എടുക്കുകയാണെങ്കിലും നിങ്ങൾക്ക് മാക്സിമം ഒരു 8 മെഗാ പിക്സലിൻ്റെ അൾട്രാവൈഡ് ലെൻസാണ് വരുന്നത്. അത് കൊടുത്തിട്ട് വലിയ കാര്യമൊന്നുമില്ല ആ ഒരു പ്രൈസ് റേഞ്ചിൽ. അതിൻ്റെ കൂടെ തന്നെ ഒരു 13 മെഗാ പിക്സലിൻ്റെ നല്ല ഉപയോഗമുള്ള ഒരു പോർട്രേറ്റ് ലെൻസ് കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിലുള്ള ഫോട്ടോഗ്രാഫിക്ക് ബെസ്റ്റ് ആയിട്ടുള്ളൊരു ഫോണാണ്. അതിൻ്റെ കൂടെ തന്നെ 2x ഒപ്റ്റിക്കൽ സൂമും 30x ഡിജിറ്റൽ സൂമും കൊടുത്തിട്ടുണ്ട്. നമുക്ക് 30% നമുക്ക് ഡിജിറ്റലായിട്ട് സൂം ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ക്വാഡ് LED ഫ്ലാഷാണ് വരുന്നത്. നമുക്ക് 2 LED മൊഡ്യൂൾ കാണാൻ പറ്റും. ഓരോന്നിലും 2 LED ലൈറ്റ്സ് വീതം 2 മൊഡ്യൂൾസ് നമുക്ക് കാണാൻ പറ്റും. പിന്നെ AI അൽഗോരിതം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എന്ന് കമ്പനി അവകാശപ്പെടുന്നുണ്ട്. അത് നമുക്ക് ഇതിൻ്റെ ക്യാമറ പെർഫോമൻസ് നോക്കിയിട്ട് എത്രത്തോളം എഫക്റ്റീവ് ആണെന്ന് പറയാൻ പറ്റത്തുള്ളൂ. അടുത്തായിട്ട് നമ്മൾ ബാറ്ററിയിലോട്ട് വരുവാണെങ്കിൽ 5000 mAh ഒരു നല്ല ബാക്കപ്പ് ഉള്ള ഒരു ബാറ്ററിയാണ്. അതിൻ്റെ കൂടെ തന്നെ 33 വാട്ടിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും വരുന്നുണ്ട്. നമ്മൾ OSലോട്ട് വരുവാണെങ്കിൽ ഇൻഫിനിക്സ് തന്നെ XOS 10 എന്ന് പറയുന്നൊരു UA വെർഷനിലാണ് വന്നിരിക്കുന്നത്. ബേസ്ഡ് ഓൺ Android 11 ആണ്. Android 12 അപ്ഡേറ്റ് ഇപ്പോൾ ഉടനെ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതിൻ്റെ കൂടെ തന്നെ അവർക്ക് Android 12 അപ്ഡേറ്റിൽ റിലീസ് ചെയ്യായിരുന്നു ഫോൺ. ഓൾറെഡി Android 12 എല്ലാ ഫോണുകളിലും വന്നു കഴിഞ്ഞു. 1-2 ഫോണുകൾ Android 12 തന്നെ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 5G ബാൻഡ് നോക്കുകയാണെങ്കിൽ അവിടെയും ഇംപ്രസീവ് ആയിട്ടുള്ള ഒരു 5G ബാൻഡിൻ്റെ സ്പെസിഫിക്കേഷൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 5G സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 13 5G ബാൻഡ്സ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. സെഗ്മെൻറ്റിൽ തന്നെ ഏറ്റവും കൂടുതൽ 5G ബാൻഡ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫോൺ എന്ന് വേണമെങ്കിൽ നമുക്ക് അവകാശപ്പെടാൻ പറ്റും. പിന്നെ നമ്മളിത് ഒരു പോക്കോ X3 പ്രോയായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ക്യാമറയിലും ഏറ്റവും കൂടുതൽ ബെറ്റർ ഇൻഫിനിക്സ് ആയിരിക്കും. അതുപോലെ തന്നെ സ്റ്റോറേജ് വേരിയൻറ്റോ റാം വേരിയൻറ്റോ നോക്കുകയാണെങ്കിലും ഓവറോൾ പെർഫോമൻസ് നോക്കുമ്പം ബെറ്റർ ഇൻഫിനിക്സ് 0 5G ആയിരിക്കും. അതിൻ്റെ കൂടെ തന്നെ 5G സപ്പോർട്ട് വരുന്നുണ്ട്. പോക്കോ X3 പ്രോയിൽ 5G സപ്പോർട്ട് വരുന്നില്ല. പിന്നെ കുറച്ചും കൂടെ പുതിയ മോഡലാണ് ഇൻഫിനിക്സിൻ്റെ 0 5G ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടേ ഉള്ളൂ. പോക്കോ X3 പ്രോ കുറച്ചും കൂടെ പഴക്കം വന്നിട്ടുണ്ട്. പക്ഷേ അത് നിങ്ങളുടെ പേഴ്സണൽ പ്രിഫറൻസ് ആണ്. നിങ്ങൾക്ക് ഏത് ചൂസ് ചെയ്യണമെന്നുള്ള കാര്യം നിങ്ങളുടെ പേഴ്സണലായിട്ടുള്ള പ്രിഫറൻസ് ആണ്. ഞാൻ ഇത്ര സ്പെസിഫിക്കേഷൻസ് പറഞ്ഞിട്ടുണ്ട്. ഈ 19,000 രൂപയ്ക്ക് അല്ലെങ്കിൽ ഒരു 20,000 രൂപയ്ക്കകത്ത് ബെസ്റ്റ് ആയിട്ടുള്ളൊരു ഫോണാണ്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് പോയി വാങ്ങിക്കാം. പെർഫോമൻസ് നോക്കുന്നവർക്കാണേ. പ്യുവറായിട്ട് ഡിസ്പ്ലേയിലോട്ട് ഫോക്കസ് ചെയ്യുന്നവർക്ക് പറ്റിയൊരു ഫോണല്ല. പെർഫോമൻസും ബാറ്ററി ബാക്കപ്പും ക്യാമറയും നോക്കുന്നവർക്ക് ധൈര്യമായിട്ട് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫോണാണ് ഇൻഫിനിക്സ് 0 5G. നല്ലൊരു പ്രീമിയം ഡിസൈനും ബിൽഡ് ക്വാളിറ്റിയും വരുന്നുണ്ട്. സോ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ.